आप सबका स्वागत है। आज हम 11वीं कक्षा की हिंदी पाठ्यपुस्तक का तीसरा यूनिट का दूसरा पाठ पत्थर की बेंच नामक कविता का अध्ययन करने जा रहे हैं। देखिए, पाठ का नाम है पत्थर की बेंच, कल्लिंडे बेंच, कल्लुകൊണ്ട് നിർമ്മിച്ച बेंच। एक कविता है, कवि का नाम है चंद्रकांत देवताले। देखिए एक बार भी, पाठ का नाम है पत्थर की बेंच। यह एक कविता है या इसका प्रोक्ति है कविता, और कवि का नाम क्या है? चंद्रकांत देवताले। आप देखिए चंद्रकांत देवताले के बारे में। जन्म 7 नवंबर 1936, बैतूल जिला मध्य प्रदेश। उनका जन्म 7 नवंबर 1936 को मध्य प्रदेश के बैतूल जिला में हुआ। रचनाएं देखिए, हड्डियों में चिपा ज्वर, दीवारों पर खून से लकड़ बखा हंस रहा है, रोशनी के मैदान की तरफ भूखंड तब रहा है, आग हर चीज में बताई गई थी, पत्थर की बेंच उसके सपने, इतनी पत्थर रोशनी, उजाड़ में संग्रहालय, पत्थर फेंक रहा हूँ, आकाश का जात बना भैया, आदि उनके प्रमुख रचनाएं हैं। देखिए पुरस्कार, मुक्तिबोध फेलोशिप, माखनलाल चतुर्वेदी पुरस्कार, मध्य प्रदेश शासन का शिखर सम्मान, सृजन भारती सम्मान, कविता समय पुरस्कार आदि से वे सम्मानित हैं। उनकी विशेषताएं हैं സമകാലീന കവിത के സശക്ത ഹസ്താക്ഷർ, ഇന്നത്തെ കവിതയിലെ ശക്തമായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിയാണ് ചന്ദ്രകാന്ത് ദേവതാലെ। പുരാനി പീഡി के അഗ്രണി കവി, പഴയ തലമുറയുടെ അഗ്രഗണ്യനായ കവി, നൂതന വിചാരധാര के വാഹക, പുതിയ വിചാരങ്ങൾ സങ്കല്പങ്ങൾ ചിന്തയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തി, വർത്തമാന വിദ്രൂപതാവുമ്പോൾ കഠോർ പ്രഹാർ करने वाला, ഇന്നത്തെ തെറ്റുകളെ മോശമായ കാര്യങ്ങളെയൊക്കെ എതിർക്കുന്ന വ്യക്തിയാണ് ചന്ദ്രകാന്ത ദേവതാലെ। സമയക്ക് സച്ചായിക്ക് ചതുർ ചിതേരെ, സമയത്തിൻ്റെ സച്ചായിക്ക് യാഥാർത്ഥ്യങ്ങളെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി। ദേൻ സംഭാവനകൾ, കവിതാമേം പീഡിയോം കാ സുഖദുഃഖ, കവിതയിൽ തലമുറകളുടെ സന്തോഷവും ദുഃഖവും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം। പ്രേമവിരഹയ്ക്ക് സംവേദനശീല സ്മൃതിയാം, പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വൈകാരിക ഓർമ്മകൾ, അവർ ഭവിഷ്യക്ക് ആശങ്കാവും കാ അങ്കൻ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയെക്കുറിച്ച് അടയാളപ്പെടുത്തൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിലെ സവിശേഷതയാണ്, ദേനാണ്, അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്। സമ്പ്രദഹി പത്രകാരിത ഏവം സ്വതന്ത്ര ലേഖൻ മേ വ്യസ്ത്, അദ്ദേഹം ഇപ്പോൾ പത്രപ്രവർത്തനത്തിലും സ്വതന്ത്ര ലേഖനത്തിലും മുഴുകിയിരിക്കുന്നു। അദ്ദേഹത്തിൻ്റെ ഇമെയിലാണ് devendra2508@rediffmail.com। ओके, देखिए സമകാലീന കവിത ബേക്സൂർ ആത്മീ की ആവാസ് है, ഇന്നത്തെ കവിതകൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ശബ്ദമാണ്। സമകാലീന കവി, ഇന്നത്തെ കവികൾ ശാന്ത് അവർ സംയത സ്വരമേ, സമാധാനപൂർണവും മിതവുമായ വാക്കുകളിലൂടെ മാനവീയ സംവേദനാക്കോ പേശ് കർത്താ ഹെ, മാനുഷിക വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെ അതിനെക്കുറിച്ച് എഴുതുന്നു। വളരെ മിതമായ വാക്കുകളിലൂടെ സമാധാനപൂർണമായിട്ട് ഇന്നത്തെ ജനങ്ങളുടെ വൈകാരികതയെക്കുറിച്ച് എഴുതുകയാണ് സമകാലീന കവികൾ। ഉസ്കെ ലിയെ കവി സബാട്ട് ബയാനി കാ സഹാര ലതാ ഹെ, അതിനുവേണ്ടി കവി ആത്മാർത്ഥതയെ ഉപയോഗിച്ചിരിക്കുന്നു, അല്ലെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെ തുറന്നു പറച്ചിലിനെ ആശ്രയിച്ചിരിക്കുന്നു। പത്ര കി ബെഞ്ച് കവിതാമേം വർത്തമാന പീഡി കി പുകാർ കോ ദേവതാലേനെ വാണി ദി ഹെ, പത്ര കി ബെഞ്ച് എന്ന് പറയുന്ന ഈ കവിതയിൽ ഇന്നത്തെ തലമുറയുടെ വിളിയെക്കുറിച്ചാണ് ഇവിടെ വാക്കുകൾ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കവിതയായിട്ട് രചിച്ചിരിക്കുന്നത്। അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന, അല്ലെ ഇന്നത്തെ തലമുറയുടെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലമാണ് പത്ര കി ബെഞ്ച് എന്ന് പറയുന്ന കവിതയിലൂടെ കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്। देखिए पत्थर की बेंच, ചന്ദ്രകാന്ത് ദേവതാലെ ദ്വാര ലിഖിതേക്ക് കവിത ഹെ പത്ഥർ കി ബെഞ്ച്। അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പൊതുസ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, പാർക്കുകൾ, ബീച്ചുകൾ, മൈതാനങ്ങൾ, അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതു ഇടങ്ങളാണ്, എല്ലാവർക്കും പോയി ഇരിക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്, നമ്മളുടെ സുഖ ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കുവാനും നമ്മളുടെ
വിശ്രമത്തിനും ആശ്വാസത്തിനും ഒക്കെ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ചില പൊതു സ്ഥലങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. ചില ആൾക്കാർ തങ്ങളുടെ സമ്പത്താണ്, തങ്ങളുടെ സ്വത്താണെന്ന് കരുതി അങ്ങനെ വിചാരിച്ച് അങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് അതിനെ സ്വകാര്യവൽക്കരിക്കുകയും അല്ലെങ്കിൽ തകർക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്, തകർത്ത് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇന്നത്തെ കാലത്തെ മനുഷ്യർക്കുള്ള പൊതുസ്ഥലങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയാണ് ചന്ദ്രകാന്ത ദേവതാലെ ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പാർക്കുകൾ പോലുള്ള ബീച്ചുകൾ പോലുള്ള പൊതുസ്ഥലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ വന്നിരുന്ന് ആസ്വദിക്കാവുന്ന, തങ്ങളുടെ വിശ്രമിക്കാവുന്ന, തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്ന, മാനസിക ഉല്ലാസത്തിന് വേണ്ടി വരുന്ന ഇതുപോലുള്ള പൊതുസ്ഥലങ്ങൾ ഇന്ന് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിനെക്കുറിച്ചും അത് തകർക്കപ്പെടുന്നതിനെക്കുറിച്ചും അവകാശവാദം ഉന്നയിക്കുന്ന സ്വകാര്യ വ്യക്തികളെക്കുറിച്ചുമൊക്കെ എതിർത്തുകൊണ്ടാണ് കവി ഇവിടെ ചന്ദ്രകാന്ത ദേവതാലെ ഇവിടെ പത്ഥർ കി ബെഞ്ച് എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. ഓക്കെ, देखिए कविता पत्थर की बेंच। पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुदरते चुप हो रहा है, जिस पर एक दखा युवक अपने कुचले हुए सपनों को सहला रहा है, जिस पर हाथों से आंखें टांब एक रिटायर्ड बूटा भर दोपहरी सो रहा है, जिस पर वे दोनों जिंदगी के सपने बुन रहे हैं। पत्थर की बेंच जिस पर अंकित है आंसू, दखान, विश्राम और प्रेम की स्मृतियाँ। इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला। इसे उखाड़ कर ले जाया अथवा तोड़ा भी जा सकता है। पता नहीं सबसे पहले कौन आसीन हुआ होगा इस पत्थर की बेंच पर। ओके, देखिए पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुदरते चुप हो रहा है। പത്തർ കി ബെഞ്ച്, കല്ലുകൊണ്ടുണ്ടാക്കിയ ബെഞ്ചിൽ രോത്താ ഹുവ ബച്ച, കരയുന്ന കുട്ടി, ബിസ്കുറ്റ് കുതിർത്തെ ചുപ്പ് ഹോ രഹാ ഹെ, ബിസ്കുറ്റ് കഴിച്ചുകൊണ്ട് ശാന്തനാകുന്നു, കരച്ചിൽ നിർത്തുന്നു. ഓക്കെ, പത്തർ കി ബെഞ്ച് पर एक रोता हुआ बच्चा बिस्कुट खाते वह शांत हो जाते हैं, ബിസ്കുറ്റ് കഴിച്ചുകൊണ്ട് ശാന്തനാകുന്നു. ജിസ് पर एक दखा युवक, ആ പത്തർ കി ബെഞ്ചിൽ एक दखा युवक, ഒരു ക്ഷീണിച്ച യുവാവ്, ക്ഷീണിച്ച അവശനായ ഒരു യുവാവ്, अपने कुचले हुए सपनों को सहला रहा है, अपने कुचले हुए सपने, തകർക്കപ്പെട്ട ഇല്ലാതാക്കിയ സ്വപ്നങ്ങളെ സഹലാ രഹാ ഹെ, തലോടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? തൻ്റെ നശിച്ചു പോയ സ്വപ്നങ്ങളെ, തകർക്കപ്പെട്ട ജീവിത സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഓർത്തുകൊണ്ടിരിക്കുന്നു. जिस पर हाथों से आंखें टाप एक रिटायर्ड बूटा फर दोपहरी सो रहा है. हाथों से आंखें टाप, കൈകൾ കൊണ്ട്, ഹാത്തോം സെ കൈകൾ കൊണ്ട്, ആംഖേൻ ടാപ്പ് കണ്ണുകൾ മൂടി, एक റിട്ടയർഡ് ബൂട്ട ഒരു റിട്ടയർഡ് വൃദ്ധൻ, റിട്ടയർഡായ വൃദ്ധൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു പെൻഷൻ പറ്റിയ വൃദ്ധൻ, ദോപഹരി ഭാർ സോ രഹാ ഹെ, ഉച്ചയ്ക്ക് മുഴുവൻ കിടന്ന് ഉറങ്ങുന്നു, ഇസ് പത്തർ കി ബെഞ്ച് പർ, ഈ കല്ലിൻ്റെ ബെഞ്ചിൽ. ജിസ് പർ വേ ദോനോം സിന്ദഗി കെ സപ്പനെ ബുൻ രഹേ ഹെ, ഇതിൽ രണ്ടുപേർ, വേ ദോനോ അവർ രണ്ടുപേരും, പ്രേമി അവർ പ്രേമിക, ഏ ദോനോം സിന്ദഗി കെ സപ്പനെ ബുൻ രഹേ ഹെ, അതായത് ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു, ജീവിത സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേർ, ഒരു യുവാവും ഒരു യുവതിയും തങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ 4 ദൃശ്യങ്ങളാണ് കവി പറഞ്ഞിരിക്കുന്നത്. പത്തർ കി ബെഞ്ചിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് എന്നാൽ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് ശാന്തനായിട്ടിരിക്കുന്നു. പിന്നീട് ഒരു യുവാവ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ദൃശ്യം കണ്ണുകൾ മൂടിക്കൊണ്ട് ഒരു റിട്ടയർഡായ ഒരു വൃദ്ധൻ ആ ഉച്ചയ്ക്ക് അവിടെ കിടന്നുറങ്ങുന്നു, ആ പത്തർ കി ബെഞ്ചിൽ ഉറങ്ങുന്നു. നാലാമത്തെ ദൃശ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രേമി പ്രേമിക, അതായത് ഒരു യുവാവും ഒരു യുവതിയും തൻ്റെ ജീവിത സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു. एक बार भी देखिए, पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुदरते चुप हो रहा है. इस पत्थर की बेंच पर एक रोता हुआ बच्चा बिस्कुट खाकर वह चुप हो रहा है, ഒരു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി ബിസ്ക്കറ്റ് കഴിച്ച് പിന്നെ ശാന്തനായി കരച്ചിലടക്കിയിരിക്കുന്നു.
പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? ജിസ്പരേക്ക് ദഖാ യുവക്, ഒരു ക്ഷീണിച്ച യുവാവ് അപ്പനെ കുജലേ ഹുയെ സപ്പനോങ്കു സഹലാ രഹാ ഹെ, തൻ്റെ ചവിട്ടി മതിക്കപ്പെട്ട, തൻ്റെ തകർക്കപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു, അതിനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ജിസ്പർ ഹാത്തോം സെ ആങ്കേൻ ടാം एक रिटेड बूटा फर दोपहरी सो रहा है, एक रिटेड बूटा अपने हाथों से आंखें टांब कर दोपहरी फर सो रहा है. ഒരു റിട്ടയർഡ് ബൂട്ട, റിട്ടയർഡായ വൃദ്ധൻ തൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് ആ ബെഞ്ചിൽ കിടന്ന്, പത്തർക്കി ബെഞ്ചിൽ ഇരുന്ന് ദോപഹരി സോ രഹാ ഹെ, ദോപഹരി ഫർ, ആ ഉച്ചയ്ക്ക് മുഴുവൻ അവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. और पत्थर की बेंच पर वे दोनों प्रेमी प्रेमिका ए दोनों जिंदगी के सपने बुन रहे हैं. ആ പത്തർക്കി ബെഞ്ചിൽ നിന്നൊരു യുവാവും യുവതിയും തൻ്റെ ജീവിത സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 4 ദൃശ്യത്തിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്, പത്തർക്കി ബെഞ്ച് പോലുള്ള പൊതു ഇടങ്ങൾ, പലതരത്തിലുള്ള ആൾക്കാർ അവരുടെ ഫീലിങ്സുകൾ, അവരുടെ വികാരങ്ങൾ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? അവർക്ക് ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം കരച്ചിലടങ്ങുന്നു, ശാന്തനാകുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ ദൃശ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു യുവാവ് തൻ്റെ നഷ്ട സ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? അവർ റിട്ടയർഡായ വൃദ്ധൻ അവിടെ നിന്ന് ഉറങ്ങുന്നു, വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത് യുവാക്കൾ തങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ നെയ്യുന്നു. ഇതുപോലെ മനുഷ്യർ തങ്ങളുടെ സന്തോഷ ദുഃഖങ്ങളും തങ്ങളുടെ വിശ്രമിക്കുവാനും ഒക്കെയായിട്ട് കണ്ടെത്തുന്ന പൊതു ഇടങ്ങളാണ് ഈ പത്തർക്കി ബെഞ്ച് പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ പാർക്കുകൾ, അല്ലേ? അപ്പം ഈ പാർക്കിലുള്ള ഒരു പത്തർക്കി ബെഞ്ച്, ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച ബെഞ്ചിൽ ഇതുപോലെ ആൾക്കാർ തങ്ങളുടെ സന്തോഷ ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കുവാനും വിശ്രമിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെയാണ് വരുന്നത്. अब देखिए, पत्थर की बेंच जिस पर अंकित है आंसू, दखान, विश्राम और प्रेम की स्मृतियां. പത്തർ കി ബെഞ്ചിൽ അങ്കിത് ഹെ, അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആസു, കണ്ണുനീര്, ദഖാൻ, ക്ഷീണം, വിശ്രമം, പ്രേം കി സ്മൃതിയാം, പ്രണയത്തിൻ്റെ ഓർമ്മകൾ. ഇതെല്ലാം ആ പത്തർ കി ബെഞ്ചിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: ആ പത്തർ കി ബെഞ്ചിൽ നിന്നാണ് പലരും തങ്ങളുടെ കണ്ണുനീര് പൊഴിക്കുന്നത്, വിശ്രമിക്കുന്നത്, തങ്ങളുടെ ക്ഷീണം അകറ്റുന്നത്, പ്രണയത്തിൻ്റെ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത്. ഇതെല്ലാം ആ പത്തർ കി ബെഞ്ചിലിരുന്നായിരിക്കാം, ആ പൊതു ഇടങ്ങളിലിരുന്നായിരിക്കാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നു ആ ബെഞ്ചിൽ. इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. इस पत्थर की बेंच के लिए, ഈ പത്തറിന്റെ ബെഞ്ചിന് വേണ്ടി, കല്ലുകൊണ്ട് നിർമ്മിച്ച ബെഞ്ചിന് വേണ്ടിയും ശുരു ഹോ സക്താ ഹെ, ആരംഭിക്കും. എന്താ? കിസി ദിൻ, ഏതെങ്കിലും ഒരു ദിവസം, ഹത്യാവും കാ സിൽസില, കൊലപാതക പരമ്പര. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കൽബെഞ്ചിന് വേണ്ടി, കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ബെഞ്ചിന് വേണ്ടി കൊലപാതക പരമ്പര ആരംഭിക്കാം. അതായത് ഇത് തങ്ങളുടേതാണ്. നമുക്കറിയാം, നമ്മളുടെ സമൂഹത്തിൽ സ്വന്തമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പൊതു ഇടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കൊലപാതക പരമ്പരകൾ, മത രാഷ്ട്രീയ വ്യവസ്ഥകളെയാണ് ഇവിടെ കവി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇസെ ഉഖാഡ് കേർലേ ജായ, അതായത് ഇതിനെ ഉഖാഡ് കർലേ ജായ, പിഴുതെറിയേക്കാം. അഥവാ തോടാഭീജ സക്താഹേ, തകർക്കപ്പെട്ടേക്കാം. അപ്പൊ ഈ കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ബെഞ്ചിനെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? പിഴുതെടുത്തുകൊണ്ട് കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ തല്ലി പൊട്ടിച്ചേക്കാം, അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞേക്കാം. പതാ നഹീം, അറിയില്ല. സബ്സേ പഹലെ, ഏറ്റവും ആദ്യം, കോൻ ആസീൻ ഹുവാ ഹോഗ, ആരായിരിക്കും ഇതിലിരുന്നത്? ഇസ് പത്ര കി ബെഞ്ച് പർ, ഈ കല്ലുകൊണ്ട് നിർമ്മിച്ച ബെഞ്ചിൽ ആരാണ് ആദ്യം ഇരുന്നിരിക്കുക? ഈ കല്ലിൻ്റെ ബെഞ്ചിൽ. ഇവിടെ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, തങ്ങളാണ് ആദ്യം ഇതിൽ ഇരുന്നത്, അല്ലെ തങ്ങളുടേതാണ്, തങ്ങൾ ഇരുന്നത് കൊണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പത്ര കി ബെഞ്ച് എന്ന് സ്വകാര്യ വ്യക്തികൾ ഇതിനു വേണ്ടി വന്നേക്കാം, സ്വന്തമാക്കാനായിട്ട് വന്നിരിക്കാം. അങ്ങനെ തങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൊലപാതക പരമ്പര തന്നെ ഉണ്ടായേക്കാം. ചിലപ്പോൾ പൊതു ഇടങ്ങൾ തകർക്കപ്പെട്ടേക്കാം, നശിപ്പിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഇരുന്നത് എന്നതിൻ്റെ അവകാശം പറയുന്നതിന് കാരണം, കാൽബെഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ കല്ലുകൊണ്ട് നിർമ്മിച്ച ബെഞ്ചിൽ അധികാരം സ്ഥാപിച്ചെടുക്കുവാൻ ആളുകൾ ഓരോ കാരണങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു കാരണമായിട്ടായിരിക്കാം ഇവിടെ ആരാണ് ആദ്യം ഇരുന്നത് എന്നുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ പൊതുയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിനെയും ആ പൊതുയിടങ്ങൾ ഇല്ലാതാക്കുന്നതിനെയും സ്വകാര്യവൽക്കരിക്കുന്നതിനെയും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ വരുന്നതിനെതിരെയൊക്കെ കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. മനസ്സിലാകാം? അതായത് പത്തർ കി ബെഞ്ച് പോലെയുള്ള പൊതു ഇടങ്ങൾ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾ തങ്ങളുടെ
സുഖദുഃഖങ്ങൾ പങ്കുവെക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെ ആയിട്ട് എടുക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഇന്നത്തെ കാലത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നു, ഞങ്ങളാണ് ആദ്യം ഇരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പൊതു ഇടങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് പൊതുസ്ഥലങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ കവിത. ओके, अब देखिए एक बार भी कविता। पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुदरते चुप हो रहा है. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ബെഞ്ചിൽ കരയുന്ന ഒരു കുട്ടി ബിസ്ക്കറ്റ് കഴിച്ച് ശാന്തനാകുന്നു. इस पर एक दखा युवक अपने कुचले हुए सपनों को सहला रहा है. ഇതിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു യുവാവ് ക്ഷീണിച്ചവശനായ ഒരു യുവാവ് തൻ്റെ തകർക്കപ്പെട്ട സ്വപ്നങ്ങളെ തലോടിക്കൊണ്ടിരിക്കുന്നു, ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. इस पर हाथों से आंखें टाप एक रिटेड बूटा भर दोपहरी सो रहा है. കൈകൾ കൊണ്ട് മറച്ച് ഒരു റിട്ടയേർഡായ ഒരു വൃദ്ധൻ ആ പത്തർക്കി ബെഞ്ചിൽ ഉച്ചയ്ക്ക് മുഴുവൻ കിടന്നുറങ്ങുന്നു. ജിസ്പർവേ ദോനോ ജിന്ദഗി കെ സപ്പനെ ബുൻ രഹേ ഹെ. അവർ രണ്ടുപേരും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു യുവാവും യുവതിയും. പത്തർക്കി ബെഞ്ച് ജിസ്പർ അങ്കിത് ഹെ ആസു ദഖാൻ വിശ്രാം ഓർ പ്രേംഗി സ്മൃതിയാം. ഈ കല്ലുകൊണ്ട് നിർമ്മിച്ച ബെഞ്ചിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു കണ്ണുനീരും ക്ഷീണവും വിശ്രമവും പ്രണയത്തിൻ്റെ സ്മൃതികളുമെല്ലാം. इस पत्थर की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. ഈ കല്ലിൻ്റെ ബെഞ്ചിന് വേണ്ടി ആരംഭിച്ചിരിക്കാം ഏതെങ്കിലും ഒരു ദിവസം കൊലപാതക പരമ്പര. ഉസെ ഉഖാട് കർലേ ജായ അഥവാ തോടാ ബീജ സക്താ ഹെ. ഇതിനെ പിഴുതുകൊണ്ടു പോകുവാനോ അല്ലെങ്കിൽ തകർക്കുവാനോ കഴിഞ്ഞേക്കാം. പതാ നഹി, അറിയില്ല. സബ്സെ പഹലെ കോൻ ആസിൻ ഹുവ ഹോഗ. അറിയില്ല ഏറ്റവും ആദ്യം ആരാണ് ഇതിൽ ഇരുന്നതെന്ന്. ഈ പത്ഥർ കി ബെഞ്ച് പർ, ഈ കല്ലുകൊണ്ട് നിർമ്മിച്ച ബെഞ്ചിൽ. അപ്പോൾ ഇതിലൂടെ ആദ്യത്തെ 4 ദൃശ്യങ്ങളിലൂടെ, അതായത് കുറച്ച് വരികളിലൂടെ കവി ഈ പത്ഥർ കി ബെഞ്ച് പൊതുജനങ്ങളുടെ അവകാശമാണ്, അവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നു. അവരുടെ സന്തോഷ ദുഃഖങ്ങൾ പങ്കുവെക്കുന്ന, വിശ്രമിക്കാനൊക്കെയുള്ള ഒരു സ്ഥലമാണ് സ്ഥാപിച്ചെടുക്കുകയും അതിനുശേഷം ആ പൊതുസ്ഥലങ്ങൾ ഇന്ന് സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തേക്കും എന്ന ഇന്നത്തെ സമൂഹത്തിലെ ഒരു പ്രധാന വിഷയത്തെ ആയിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എൻ്റെ ഒരു വീഡിയോ കാണാം. ഓക്കെ, देखिए एक വീഡിയോ. पत्थर की बेंच, पत्थर की बेंच जिस पर रोता हुआ बच्चा बिस्कुट कुतरते चुप हो रहा है. पत्थर की बेंच, पत्थर की बेंच जिस पर एक थका युवक अपने कुचले हुए सपनों को सहला रहा है. पत्थर की बेंच जिस पर हाथों से आंखें थाम एक रिटायर्ड बूढ़ा भर दोपहर सो रहा है. पत्थर की बेंच जिस पर वे दोनों जिंदगी के सपने बुन रहे हैं. पत्थर की बेंच जिस पर अंकित है आंसू ढका विश्राम और प्रेम की स्मृतियां. इस पत्थर की बेंच के लिए भी
शुरू हो सकता है किसी दिन हत्याओं का सिलसिला। इसे उखाड़ कर ले जाया अथवा तोड़ा भी जा सकता है। पता नहीं सबसे पहले कौन आसीन हुआ होगा इस पत्थर के बेंच पर। पत्थर की बेंच। എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കുറച്ചുകൂടി മനസ്സിലായി കാണുമല്ലോ ഈ കവിത. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പുസ്തകം വായിക്കുക, വേർഡ് മീനിങ്ങൊക്കെ എഴുതിയിടുക. നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ओके, अगली कक्षा में हम फिर मिलेंगे। धन्यवाद।